എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നാം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 24 രണ്ടാമത്തെ ചോദ്യമാണ് ചെയ്തു നിർത്തിയത് അല്ലേ. ഇനി നമുക്കതിലെ മൂന്നാമത്തെ ചോദ്യം എന്താണെന്നൊന്ന് നോക്കാം. അപ്പൊ എന്താണ് നമ്മുടെ മൂന്നാമത്തെ ചോദ്യം? അതായത് ഇവിടെ രണ്ട് ത്രികോണങ്ങൾ, അവിടെ നമുക്ക് പിക്ചർ തന്നിട്ടില്ല, പകരം എന്താണ് പറഞ്ഞിട്ടുള്ളത്? രണ്ട് ത്രികോണങ്ങൾ, ഈ ത്രികോണങ്ങളുടെ വശങ്ങൾക്ക് ഒരേ നീളമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി എന്താണ് ചോദിച്ചിട്ടുള്ളത്? അതായത് ഇപ്പോൾ ആദ്യത്തെ ത്രികോണത്തിലെ ഏതെങ്കിലും ഒരു സൈഡിൽ നിന്ന്, ഒരു വശത്ത് നിന്ന് അതിന്റെ ഓപ്പോസിറ്റ് മൂലയിലേക്ക് ഒരു വര വരയ്ക്കാം. അതുപോലെ തന്നെ നാം ഇവിടെ എടുത്ത സൈഡ് ഉണ്ടല്ലോ, അതിന് തുല്യമായ സൈഡ് ഈ ത്രികോണത്തിലെ അതെടുക്കാം. അതിനും ഇതുപോലെ തന്നെ നമ്മൾ അതിന്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക്, ഓപ്പോസിറ്റ് മൂലയിലേക്ക് ഒരു വര വരച്ചു കഴിഞ്ഞാൽ ഈ വരച്ച രണ്ട് വരകളും ഈ രണ്ട് ഹൈറ്റുകളും തുല്യമാവുക എന്നാണ് ചോദ്യം. അതായത് ഇപ്പോൾ നാം റഫായിട്ട് വരയ്ക്കുകയാണെന്ന് നോക്കിയാൽ ഇതൊരു ത്രികോണം, റഫായിട്ട് വരയ്ക്കുകയാണ്, ഇതൊരു ത്രികോണം, ഇതിന് ഈക്വലായ മറ്റൊരു ത്രികോണം. ഇങ്ങനെയാണെന്ന് വിചാരിക്കാം, ഇതിന് ഈക്വലാണെന്ന് വിചാരിക്കുക. ഈ ത്രികോണം ഈക്വലാണ്. അതായത് നമുക്ക് നോക്കിയാൽ ഈ വശവും ഈക്വലാണ്. ഇനി നമുക്ക് ഈ രണ്ട് വശം ഈക്വലാണെന്ന് വിചാരിക്കുക. പിന്നെ ഈ വശങ്ങളും ഈക്വലാണെന്ന് വിചാരിക്കുക. മനസ്സിലായല്ലോ? ഇനി ഇതിൽ ഏതെങ്കിലും ഒരു വശം, ഇപ്പൊ ഞാൻ ഈ വശം എടുക്കുമെന്ന് വിചാരിക്കാം. ഈ വശത്തുനിന്ന് ഇതിന്റെ എതിർമൂലയിലേക്ക് ഞാനൊരു ലൈൻ വരച്ചു അല്ലെ, ഒരു ഹൈറ്റ് h. അതേപോലെ ഇതിന് തുല്യമായ വശം, അപ്പൊ ഇതിന് തുല്യമായ വശം ഏതാണ്? നമ്മൾ ഒരു വര വരച്ച വശം അല്ലെ, അതായത് ഇത്. മനസ്സിലായല്ലോ? ഇതിന്റെ എത്ര നീളമാണോ ആ നീളമുള്ള വശം, അതായത് ഇപ്പൊ ഇവിടെയാണ് നമ്മൾ റഫായിട്ട് വരച്ചുള്ളത് അല്ലെ. അപ്പൊ അത് ഈ വശമാണെന്ന് വിചാരിക്കാം. അപ്പൊ ഈ വശത്ത് നിന്ന് ഇതിന്റെ ഓപ്പോസിറ്റ് മൂലയിലേക്ക്, ഇതിന് ഓപ്പോസിറ്റ് മൂല, അതിലേക്ക് ഇങ്ങനെ വര വരച്ചു കഴിഞ്ഞാൽ ഇത് രണ്ടും ഈക്വൽ ആകുമോ എന്നാണ് ചോദ്യം. ചോദ്യം ക്ലിയർ ആയില്ലേ? അപ്പൊ ഇവിടെ നോക്കിയാൽ സെയിം നീളമുള്ള വശങ്ങൾ അല്ലെ, അതിൽ നിന്ന് അതിന്റെ ഓപ്പോസിറ്റുള്ള കോർണറിലേക്ക് നാം ഇങ്ങനെ ലംബങ്ങൾ വരച്ചു കഴിഞ്ഞാൽ അത് ഈക്വൽ ആകുമോ എന്നാണ് ചോദ്യം. അപ്പൊ നമുക്കൊരു പണി ചെയ്യാം, കുറച്ചും കൂടി വൃത്തിയിൽ രണ്ട് ത്രികോണങ്ങൾ വരയ്ക്കാം. അപ്പൊ ഇതാണ് നമ്മുടെ രണ്ട് ത്രികോണങ്ങൾ എന്ന് വിചാരിക്കുക, അതായത് വശങ്ങൾ തുല്യമായ രണ്ട് ത്രികോണങ്ങൾ. അപ്പൊ നമുക്ക് ഇപ്പൊ ഈ വശത്തിന് ഈക്വലായ, ഇവിടെ ഈക്വലായ വശം ഈ വശം, ഇനി ഇതിന് തുല്യമായ വശം ഈ വശം. മനസ്സിലായല്ലോ? ഇനി ഇതിന് തുല്യമായ വശം ഈ വശം. മനസ്സിലായല്ലോ? അപ്പൊ ഈ ഒരു വര വരച്ചതിന് ഈ ഒരു വര, രണ്ട് വര വരച്ചതിന് രണ്ട് വര, മൂന്ന് വര വരച്ചതിന് മൂന്ന് വര അല്ലെ. അപ്പൊ ഇതാണ് ഈക്വലായ വശങ്ങൾ. ഇനി ചോദ്യം എന്താണ്? ഇതിൽ ഏതെങ്കിലും ഒരു സൈഡിൽ നിന്ന് അതിന്റെ ഓപ്പോസിറ്റ് മൂലയിലേക്ക് വരയ്ക്കുന്ന ആ ഹൈറ്റ് അല്ലെ. അപ്പൊ അതായത് ഇവിടെ നിന്ന് ഇതിലേക്ക് വരയ്ക്കുന്ന ഹൈറ്റ്, അപ്പൊ അതെ ഈ ഹൈറ്റ് അല്ലെ. അതേപോലെ ഇതിന് ഈക്വലായി നമ്മൾ ഏത് സൈഡാണ് എടുത്തത്, ഈ സൈഡിന് ഈക്വലായ സൈഡ് ഏതാണ്? ഇത് അല്ലെ. അപ്പൊ ഇവിടെ നിന്ന് ഇതിലേക്ക് വരയ്ക്കുന്ന ലംബം ഹൈറ്റ് അല്ലെ, അത് 90 ഡിഗ്രിയിൽ വരയ്ക്കുന്ന ലംബം. അപ്പൊ അതെ ഇങ്ങനെ വരച്ചു അല്ലെ, ഈ മൂലയിൽ നിന്ന് ഇതിലേക്ക് വരച്ചു. ഇത് രണ്ടും ഈക്വൽ ആണോ എന്നാണ് ചോദ്യം. അപ്പൊ നമ്മൾ സാധാരണ പതിവ് പോലെ എന്ത് ചെയ്യാം, നമുക്ക് ഇവർക്ക് ഒരു പേരുകൾ കൊടുക്കാം അല്ലെ. അപ്പൊ ഇതിന് നോക്കിയാൽ ABC എന്ന് പേര് കൊടുത്തു. ഇനി നമുക്ക് ABCD, ഈ പോയിന്റ് നമുക്ക് D എന്ന് കൊടുത്തു. ഇനി ഇവിടെ ആണെങ്കിൽ നമുക്ക് എന്ത് കൊടുക്കാം? PQR, പിന്നെ ഈ പോയിന്റ് മുട്ടണം കൊടുത്ത് നമുക്ക് PQRS എന്ന് കൊടുത്തു. ഇനി നമുക്ക് തെളിയിക്കേണ്ട എന്താണ്? ഈ CD-യും ഈ PS-ഉം ഈക്വൽ ആണ് എന്നാണ് തെളിയിക്കേണ്ടത് അല്ലെ. അപ്പൊ നാം അതിനെന്ത് വേണം? ഇവിടെ നമുക്ക് നോക്കിയാൽ ഇങ്ങനെ കൊടുത്തപ്പോൾ നമുക്ക് രണ്ട് ത്രികോണങ്ങൾ കിട്ടി അല്ലെ. ഇവിടെയും നമുക്ക് രണ്ട് ത്രികോണങ്ങൾ കിട്ടി. അപ്പൊ ഇവിടെ ഇത് രണ്ടും ഈക്വൽ ആണ് നമുക്ക് തെളിയിക്കണമെങ്കിൽ നാം എന്ത് ചെയ്താൽ മതി? ഇത് ഉൾപ്പെടുന്ന ഏതെങ്കിലും ഒരു ത്രികോണം എടുക്കാം. മനസ്സിലായല്ലോ? അതായത് ഇത് വശമായി വരുന്ന, CD വശമായി വരുന്ന ഏതെങ്കിലും ഒരു ത്രികോണം എടുക്കാം. അതേപോലെ ഇവിടെയും നമുക്ക് PS വശമായി വരുന്ന ഒരു ത്രികോണം എടുക്കാം. ഈ രണ്ട് ത്രികോണങ്ങളും ഈക്വൽ ത്രികോണങ്ങളാണ്, ഈക്വൽ ട്രയാങ്കിൾസ് ആണെന്ന് നമ്മൾ തെളിയിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? അതുകൊണ്ട് അവ ഈക്വൽ ആണ്, അതുകൊണ്ട് ആ വശങ്ങളും ഈക്വൽ ആയിരിക്കും എന്ന് നമുക്ക് പറയാം അല്ലെ. അപ്പൊ നമുക്ക് എന്ത് വേണം അതിന്? ഈ CD-യും PS-ഉം ഉൾപ്പെടുന്ന രണ്ട് ത്രികോണങ്ങൾ എടുക്കണം അല്ലെ. അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? ഇവിടെ നമുക്ക് നോക്കിയാൽ ADC എന്ന് പറയുന്ന ത്രികോണം ഉണ്ട് അല്ലെ. ADC എന്ന് പറയുന്ന ത്രികോണത്തിൽ എന്താണ് നമുക്കറിയാം? ഈ CD എന്ന് പറയുന്ന വശം ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആദ്യം ADC എന്ന് പറയുന്ന ത്രികോണം എടുത്തു, ത്രികോണം ADC. ഇനി നമുക്ക് ഇവിടെ നിന്ന് ഇതേപോലെ ഈ PS ഉൾപ്പെടുന്ന ഒരു ത്രികോണം എടുക്കണം അല്ലെ. അപ്പൊ അതിലേത് ത്രികോണം എടുക്കും? നമുക്ക് രണ്ട് ത്രികോണം എടുക്കാം, ഇതെടുക്കാം അല്ലെ.
അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ എ ഡി സി എന്ന് പറഞ്ഞ ത്രികോണത്തിൽ നോക്കിയാൽ ഈ വശത്തിന്റെ നീളം അല്ലെ, ഒരു വശത്തിന്റെ നീളം നമുക്ക് ഈ ത്രികോണത്തിലെ ഒരു വശത്തിന്റെ നീളമായിട്ട് ഈക്വൽ ആണെന്ന് അറിയാം അല്ലെ. അപ്പൊ ഈ വശം ഏത് വശത്തിന് ഈക്വൽ ആണോ ആ വശമുള്ള ഒരു ത്രികോണം എടുക്കാം. മനസ്സിലായല്ലോ? അതായത് എ സി എന്ന് പറഞ്ഞ വശത്തിന്റെ നീളത്തിന് ഈക്വലായ വശം ഇവിടെ ഉണ്ടാവും അല്ലെ. അപ്പൊ അത് ഉൾപ്പെടുന്ന ത്രികോണം എടുക്കാം. അപ്പൊ നമ്മൾ വെറുതെ അതോ ഇതോ കയറി പെട്ടെന്ന് എടുക്കരുത്. നാം ഇതിന് ഈക്വലായ വശം ഏതാണ്? എ സിക്ക് ഈക്വലായ വശം ഏതാണുള്ളത്? ഇവിടെ നോക്കിയേ പി ക്യു ആണ് അല്ലെ. അപ്പൊ പി ക്യു ഉൾപ്പെടുന്ന ഒരു ത്രികോണം എടുക്കാം. അപ്പൊ നമ്മൾ ഇത് എടുക്കണ്ട. കാരണം ഇവിടെ എന്താണ്? ഇവിടെ നമുക്ക് ഈ ത്രികോണം എടുത്തപ്പോൾ രണ്ടിനും കോമൺ ആയിട്ടുള്ള വശം വരുന്നില്ല അല്ലെ. പക്ഷെ ഈ ത്രികോണം എടുത്താൽ നമുക്ക് രണ്ടിനും കോമൺ ആയിട്ടുള്ള വശം വരുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ ത്രികോണം എടുക്കാം. അതായത് ട്രയാങ്കിൾ പി എസ് ക്യു. അപ്പൊ ഈ രണ്ട് ത്രികോണങ്ങളാണ് നമ്മൾ എടുത്തത്. ഇനി ഈ രണ്ട് ത്രികോണം നമുക്ക് എന്തെന്ന് തെളിയിച്ചാൽ മതി? ഇത് നമ്മൾ ഈക്വൽ ട്രയാങ്കിൾസ് ആണെന്ന് തെളിയിക്കാം അല്ലെ. അപ്പൊ അതിനുള്ള മാർഗം നോക്കാൻ നമുക്ക് എങ്ങനെ തെളിയിക്കും? ഇവിടെ നമുക്കറിയാം എ സിയും അല്ലെ, ഇതിന്റെ ഒരു വശം എ സിയും പി ക്യൂവും ഈക്വൽ ആണ് അല്ലെ. അപ്പൊ നമുക്ക് ആദ്യം ഇത് എഴുതാം, എ സി ഈക്വൽ ടു പി ക്യൂ. അപ്പൊ ഇവിടെ അതിനു മുമ്പ് നമുക്ക് ഇവിടെ ഈക്വൽ ആയ വശങ്ങൾ ആദ്യം എഴുതി വെച്ചോ, അപ്പൊ കൺഫ്യൂഷൻ ആവില്ല. അതായത് നോക്കിയാൽ ഇവിടെ നമുക്ക് എ ബിക്ക് ഈക്വൽ ആയ വശം ഇവിടെ ഒരു ലൈൻ വരച്ച് ചെയ്താണ് നമ്മൾ ഇത് അല്ലെ, ക്യു ആർ ആണ്. ഇനി ബി സിക്ക് ഈക്വൽ ആയ വശം ഏതാണ്? ഇതാണ് ബി സി, രണ്ട് വര അല്ലെ, അതായത് പി ആർ. ഇനി എ സിക്ക് ഈക്വൽ ആയ വശം ഏതാണ്? ക്യു. അപ്പൊ നമ്മ ഇവിടെ ഈ ത്രികോണവുമാണ് എടുത്തത്. അതിൽ ഒരു വശം അല്ലെ, അതായത് എ സി എന്ന് പറഞ്ഞ വശം ഈ പി ക്യു എന്ന് പറഞ്ഞ വശത്തിന് ഈക്വൽ ആണ് നമുക്ക് കിട്ടി. ഇനി നമുക്ക് എന്ത് വേണം? ഇതിന്റെ ഈ അറ്റത്തുള്ള രണ്ട് ആംഗിളുകൾ അല്ലെ. അപ്പൊ ഈ ആംഗിളും ഈ വശത്തിന്റെ അറ്റത്തുള്ള രണ്ട് ആംഗിളുകൾ അതുപോലെ ഈ വശത്തിന്റെ അറ്റത്തുള്ള രണ്ട് ആംഗിളുകൾ ഈക്വൽ ആണെന്ന് തെളിയിച്ചു കഴിഞ്ഞാൽ നമ്മളെ വിഷയം കഴിഞ്ഞു. അപ്പൊ അതിന് നമുക്ക് എന്ത് വേണം? ഇവിടെ ഈ ആംഗിൾ അല്ലെ, ആംഗിൾ എ എന്ന് പറയുന്നത് നോക്കിയാൽ ഈ വലിയ ത്രികോണത്തിലെ ആംഗിൾ ആണ് എ. അതായത് ഈ ബി സി എന്ന് പറഞ്ഞ വശത്തിന് ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾ ആണ് എ. അപ്പൊ ഇവിടെ ബി സി എന്ന വശത്തിന് ഈക്വലായ വശം ഏതാണ്? ബി സിക്ക് ഈക്വലായ വശം പി ആർ ആണ് അല്ലെ, അതായത് പി ആർ. ആ പി ആറിന് ഓപ്പോസിറ്റിലെ കോൺ ഏതാണ്? ആംഗിൾ ക്യൂ. അതായത് ആംഗിൾ എയും ആംഗിൾ ക്യൂവും ഈക്വൽ ആണ്. ആംഗിൾ എ ഈക്വൽ ടു ആംഗിൾ ക്യൂ. മനസ്സിലായില്ലേ? അത് എവിടുന്നാണ് നമുക്ക് കിട്ടിയത്? ഈ വലിയ ത്രികോണത്തിലെ ഈ വശങ്ങൾ അല്ലെ നമ്മൾ ഈക്വൽ ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഈക്വലായ വശങ്ങൾക്ക് ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾ, അപ്പൊ ഈ വശത്തിന് ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾ എ ആണ്. ഇതേ നീളത്തിലുള്ള വശം ഏതാണ്? പി ആർ ആണ് അല്ലെ. പി ആറിന് ഓപ്പോസിറ്റ് ഉള്ള കോണ് ക്യൂ ആണ്. അതുകൊണ്ട് നമ്മൾ ആംഗിൾ എ ഈക്വൽ ടു ആംഗിൾ ക്യൂ എന്ന് എഴുതി. ഇപ്പൊ നമുക്ക് നോക്കിയേ, അതായത് ഒരു വശം കിട്ടി, പിന്നെയോ ഈ കോണും ഈക്വൽ ആണെന്ന് കിട്ടി. ഇനി നമുക്ക് ഈ കോണിനെ കൂടി കിട്ടണം അല്ലെ, ഈ കോണിനെ കിട്ടണം. അത് നമുക്ക് എങ്ങനെ കിട്ടും? നമുക്കറിയാം ഈ വശത്ത് നിന്ന് ഇങ്ങോട്ട് ഈ മൂലയിലേക്ക് ഒരു ലംബാണ് അല്ലെ, ഒരു പെർപെൻഡിക്കുലർ ആണ് വരച്ചിട്ടുള്ളത്. അതായത് ഇത് എത്ര ഡിഗ്രിയാ? 90 ഡിഗ്രി. അതുപോലെ ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു പെർപെൻഡിക്കുലർ ലംബം, അപ്പൊ ഇത് എത്ര ഡിഗ്രിയാ? 90 ഡിഗ്രി. ഇനി നമുക്ക് ഈ ലൈനിന്റെ ഈ വശത്തിന്റെ ഈ അറ്റത്തുള്ള ഈ കോൺ അല്ലെ, അതായത് ആംഗിൾ എ സി ഡി, അതിന്റെ അളവൊന്ന് കിട്ടണം അല്ലെ. അപ്പൊ ആംഗിൾ എ സി ഡി എത്ര വരും നോക്കിയേ? എ സി ഡി എന്ന് പറയുന്നത് നമുക്കറിയാം മൊത്തം എത്രയാണ്? ആംഗിൾ 180 ഡിഗ്രി. അതിൽ ഇത് 90 ഡിഗ്രി അല്ലെ, പിന്നെ ആംഗിൾ എയും. അപ്പൊ നമുക്ക് ഈ അളവ് കിട്ടണമെങ്കിൽ 180ൽ നിന്ന് 90യും ഇതും കൂടി കൂട്ടിയത് കുറച്ചാൽ മതി അല്ലെ. അതായത് 180ൽ നിന്ന് നമുക്ക് എന്തൊക്കെ കുറക്കേണ്ടി വരും? ഒരു 90 ഡിഗ്രി കുറക്കണം അല്ലെ, അതായത് ഈ ആംഗിൾ. അപ്പൊ 90, പിന്നെയോ ഈ ആംഗിൾ എ. അപ്പൊ 180ൽ നിന്ന് ഇത് രണ്ടും കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് കിട്ടും. ഇനി അതേപോലെ നമുക്ക് ഇവിടെ നോക്കിയേ, ഇവിടെ നമുക്ക് ക്യൂ പി എസ് എന്ന് പറയുന്ന ആംഗിൾ അല്ലെ, ആംഗിൾ ക്യൂ പി എസ്, അത് കിട്ടാൻ നാം എന്ത് ചെയ്യണം? ഈ ക്യൂ പി എസ് കിട്ടാൻ മൊത്തം 180, ആ 180 നിന്ന് ഇത് രണ്ടും കുറച്ചാൽ മതി, കൂട്ടിയത് കുറച്ചാൽ മതി അല്ലെ. അപ്പൊ നമുക്ക് ഇതേപോലെ തന്നെ 180 മൈനസ് ഇത് 90 ഡിഗ്രിയാണ്. ഇവിടെ എത്രയാണ്? ആംഗിൾ ക്യൂ. ഇത് രണ്ടും കൂടി കൂട്ടിയത് കുറച്ച് നമുക്ക് ഈ ആംഗിൾ കിട്ടും. ഈ ആംഗിൾ കിട്ടും. പക്ഷെ ഇത് നമുക്കറിയാൻ നോക്കിയാൽ 90 ഇത് സെയിം തന്നെ. 180 മൈനസ് 90 പ്ലസ് ആംഗിൾ എ, 180 മൈനസ് 90 പ്ലസ് ആംഗിൾ ക്യൂ അല്ലെ. ഇവിടെ ആംഗിൾ എ, ഇവിടെ ആംഗിൾ ക്യൂ.
ഇതുള്ള വ്യത്യാസം. പക്ഷെ ഇവിടെ നമ്മൾ എഴുതിയിട്ടുണ്ട് ആംഗിൾ എയും ആംഗിൾ ക്യൂയും ഈക്വൽ ആണെന്ന് എഴുതിയിട്ടുണ്ട് അല്ലേ. അപ്പൊ നമുക്ക് ഇവിടെ ഇതില് ബട്ട് ആംഗിൾ എ ഇസ് ഈക്വൽ ടു ആംഗിൾ ക്യൂ, ഇതിൽ ആംഗിൾ എയും ആംഗിൾ ക്യൂയും ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ക്യൂവിന് പകരം എന്ത് എഴുതിയാൽ മതി? ആംഗിൾ എ എന്ന് എഴുതിയാൽ മതി അല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആംഗിൾ ക്യൂ പി എസ് എങ്ങനെ എഴുതാൻ പറ്റും? ഇത് രണ്ട് ഈക്വൽ ആണല്ലോ. അപ്പൊ 180 മൈനസ് 90 പ്ലസ് ആംഗിൾ ക്യൂവിന് പകരം നമുക്ക് എന്ത് എഴുതാം? ആംഗിൾ എ എന്ന് എഴുതിക്കൂടെ? ആംഗിൾ എ. അപ്പൊ ഇനി നോക്കിയേ, ആംഗിൾ എ സി ഡി എത്രയാണ്? 180 മൈനസ് 90 പ്ലസ് ആംഗിൾ എ. ആംഗിൾ ക്യൂ പി എസ് എത്രയാണ്? 180 മൈനസ് 90 പ്ലസ് ആംഗിൾ എ. രണ്ടും സെയിം ആയില്ലേ? സെയിം ആയി അല്ലേ. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഈ രണ്ട് ആംഗിളും ഈക്വൽ ആണ്. ആംഗിൾ എ സി ഡി ഈക്വൽ ടു ആംഗിൾ ക്യൂ പി എസ്. അപ്പൊ നമുക്ക് ഈ ത്രികോണത്തിൽ, രണ്ട് ത്രികോണങ്ങളിലെ ഈ രണ്ട് വശങ്ങൾ ഈക്വൽ ആണെന്ന് പറഞ്ഞു. ആ വശങ്ങളുടെ അറ്റത്തുള്ള രണ്ട് കോണുകൾ ആംഗിൾ എയും ആംഗിൾ ക്യൂവും ഈക്വൽ ആണ്. പിന്നെ ഈ കോണുകൾ അല്ലെ, അതായത് എ സി ഡിയും ക്യൂ പി എസും ഈക്വൽ ആണ് അല്ലെ. അപ്പൊ ഇത് മൂന്ന് ഈക്വൽ ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഈ രണ്ട് ത്രികോണങ്ങളും ഈക്വൽ ട്രയാങ്കിൾസ് ആണ്. സോ ബോത്ത് എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ത്രികോണങ്ങളും അല്ലെ, ബോത്ത് ആർ ഈക്വൽ ട്രയാങ്കിൾസ്. അതായത് ഇത് രണ്ടും തുല്യ ത്രികോണങ്ങളാണ്. ത്രികോണങ്ങളാണെങ്കിൽ അവയുടെ വശങ്ങൾ തുല്യമായിരിക്കും അല്ലെ. ദർഫോർ എന്തൊക്കെ എഴുതാം? സി ഡി ഈസ് ഈക്വൽ ടു പി എസ്. അപ്പൊ അത് ക്ലിയർ ആയില്ലേ. ഇനി അതിന് ഒരു സബ് ക്വസ്റ്റ്യൻ കൂടിയുണ്ട്, ഇതിന്റെ ഏരിയകൾ തുല്യമാണോ എന്ന് അല്ലെ. അപ്പൊ അതും കൂടി നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ആദ്യം നമുക്ക് എ ബി സി അല്ലെ. അപ്പൊ ഏരിയ ഓഫ് എ ബി സി, ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി, ട്രയാങ്കിൾ എ ബി സിയുടെ പരപ്പളവ് എന്താണ്? ഇക്വേഷൻ നമുക്കറിയാം, ഹാഫ് ബി എച്ച് അല്ലെ. അര ഇൻറ്റു ബി ഇൻറ്റു എച്ച്. ഇവിടെ അര ഇൻറ്റു ബി എന്ന് പറഞ്ഞാൽ ബേസ് അല്ലെ. ഇതാണ് ബേസ് എ ബി ഇൻറ്റു എച്ച്, അതിലേക്കുള്ള ഹൈറ്റ് സി ഡി. അപ്പൊ അര ഇൻറ്റു എ ബി ഇൻറ്റു സി ഡി. ഇനി നമുക്ക് നോക്കിയാൽ ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി കഴിഞ്ഞു. അടുത്തെന്താ? പി ക്യു ആർ. അതിന്റെ ഏരിയ എന്ത് വരും? ഹാഫ് ബി എച്ച് അല്ലേ. അപ്പൊ അര ഇൻറ്റു ബി. ഇവിടെ ബേസ് ഏതാണ്? ഇതാണ് ബേസ് അല്ലേ. ഇതാണ് ബേസ്, അതിലേക്കുള്ള ലംബ ഇത്. അപ്പൊ ഇവിടെ ക്യു ആർ, അര ഇൻറ്റു ക്യു ആർ ഇൻറ്റു അതിലേക്കുള്ള ഹൈറ്റ് പി എസ്. പക്ഷെ ഇവിടെ നോക്കിയേ ക്യു ആർ, ഈ ക്യു ആർ എന്തിന് ഈക്വൽ ആണെന്ന് നോക്കിയേ. ഈ ക്യു ആർ എന്തിന് ഈക്വൽ ആണ്? ക്യു ആർ എ ബിക്ക് ഈക്വൽ ആണ് അല്ലേ. അപ്പൊ ക്യു ആർ ഈസ് ഈക്വൽ ടു എ ബി ആണ്. പിന്നെയോ പി എസ് ഈസ് ഈക്വൽ ടു പി എസ്, അതായത് ഇതിന്റെ ഈ ലംബം പെർപെൻഡിക്കുലർ അല്ലെ, ഹൈറ്റ്, അത് എന്തിന് ഈക്വൽ ആണ്? നമ്മളിപ്പോ പ്രൂവ് ചെയ്താണ്, സി ഡിക്ക് ഈക്വൽ ആണ് അല്ലെ. ഇത് രണ്ട് ഈക്വൽ ആണ്. അപ്പൊ പി എസ് എന്ന് പറയുന്നത് സി ഡിക്ക് ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ ഏരിയ ഓഫ് ട്രയാങ്കിൾ പി ക്യു ആർ എന്ത് വരും? ട്രയാങ്കിൾ പി ക്യു ആർ ഈക്വൽ ടു ഹാഫ് ഇൻറ്റു നോക്കിയ ക്യു ആർ എന്ന് പറയുന്നത് എ ബി ആണ് അല്ലെ. അപ്പൊ എ ബി ഇൻറ്റു പി എസ് ആണ് അല്ലെ. പി എസ് എന്ന് പറഞ്ഞാൽ എന്താ? സി ഡി ആണ്, സി ഡി. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഹാഫ് എ ബി ഇൻറ്റു സി ഡി. ഇവിടെ എന്ത് കിട്ടി? ഹാഫ് എ ബി ഇൻറ്റു സി ഡി അല്ലെ. അതായത് ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സിയും ഏരിയ ഓഫ് ട്രയാങ്കിൾ പി ക്യു ആർ എന്താണ്? ഈക്വൽ ആണ്. മനസ്സിലായല്ലോ? രണ്ടും നമുക്ക് ഹാഫ് എ ബി ഇൻറ്റു സി ഡി എന്നാണ് കിട്ടിയത്. അപ്പൊ നമുക്ക് എഴുതാം ഏരിയ ഓഫ് ബോത്ത് ട്രയാങ്കിൾസ് ആർ ഈക്വൽ. മനസ്സിലായല്ലോ? അപ്പൊ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ഇനി നമുക്ക് ഇതിൽ ബാക്കിയുള്ളത് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം.